റീസെൻ്റ്ലി ഒരു ആക്ടർ നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്തൊരു ജാതി വ്യവസ്ഥയെപ്പറ്റി പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. നോ പ്രോബ്ലം, നമുക്ക് അതിനെപ്പറ്റി നമുക്ക് കേട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. കേൾക്കാം. ജാതി വ്യവസ്ഥയെപ്പറ്റി കുലംകുശിതമായി ചർച്ച ചെയ്യുകയാണ് പുള്ളി. പറയൂ. ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ അവരുടെ ജാതി പേര് വിളിച്ചിട്ട് കളിയാക്കുന്നു എന്നുള്ളൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും? അങ്ങനെ പറയണ്ട. എനിക്ക് ലിറ്ററലി എനിക്കറിയാം, അതായത് അങ്ങനെ കള്ളക്കേസ് കൊടുത്തിട്ടുള്ള ഒരാളെ എനിക്കറിയാം. എനിക്ക് പേഴ്സണലി അറിയാം. വയനാട് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ഞാൻ അതായത് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ മതി, ജാതിപ്പേര് വിളിച്ച് കളിയാക്കി എന്നെ ഇങ്ങനെ ജാതിപ്പേര് വിളിച്ച് കളിയാക്കി. ഏത് ജാതി പേര് വിളിച്ചാലാണ് അത് കളിയാക്കലാവുക? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. ഏത് ജാതി പേര് അല്ല, നമ്മൾ ഓപ്പൺ ടോക്ക് ആണ് ഇതിനകത്ത്. അതിപ്പം ഇത് വേറെ എവിടെയും ബാധിക്കുന്നില്ല. എങ്കിലും ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതാണ് ആ കേസിന് ആസ്പദമായ പേര് ഏതായിരുന്നു? അത് എന്താ പറയാ, പുലയർന്നുള്ള എന്ന് വിളിച്ചു. ഞാൻ നായര, അപ്പൊ എന്നെ നായര എന്ന് വിളിച്ചു, അത് കളിയാക്കലാന്ന് പറഞ്ഞാൽ അതെന്താ പ്രശ്നമില്ലാത്ത? എനിക്ക് കളിയാക്കലാന്നേ. താൻ എന്നെ നായര എന്ന് വിളിക്കുമ്പോ എനിക്ക് കളിയാക്കലാന്നേ. ഇതാണ് പറയുന്നത്. വിവരം കെട്ടവനെ പിടിച്ച് ആ സീറ്റിൽ ഇരുത്തിയിട്ട് മണ്ടത്തരം ചോദിക്കുന്ന, അതിനെ തലയാട്ടി കൊടുക്കുന്ന ഒരു മന്ദബുദ്ധി പെണ്ണുമാണ് അതിനകത്തുള്ളത്. ജാതി വ്യവസ്ഥയിലേക്ക് വരാം. ഇയാൾ പറയുന്നു എന്നെ നായരെ എന്ന് വിളിച്ചാൽ എനിക്ക് നാണക്കേടാണ്. കറക്റ്റ് ഉണ്ടോ? മന്നത്ത് പത്മനാഭന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും നിന്നെ പോലൊരു നേറി വേറെയില്ല. സത്യം. നായര് എന്ന അഭിമാനപൂർവ്വം ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ തലയിൽ തുണി ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് മന്നത്തണ്ണ എഴുതി വെച്ച സാധനം. ഇനി മന്നത്തണ്ണൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അദ്ദേഹമാണ് NSS എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയെടുത്ത ആൾ തന്നെ. അപ്പോൾ അദ്ദേഹം ഇവരുടെ നവോത്ഥാന നായകനാണ്. നവോത്ഥാന നായകൻ സ്വന്തം ജീവിത ചരിത്രത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ജീവിത രേഖയിൽ നായരിസം എന്താണെന്ന് കൃത്യമായിട്ടുണ്ട്. വിളിക്കാനും തന്തയില്ലായിരുന്നു എന്ന് പറഞ്ഞത് സ്വന്തം കഥ മാത്രമല്ല, ആ വ്യവസ്ഥയ്ക്ക് തന്നെ അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇനി ഇതിപ്പോൾ മരുമക്കത്തായമാണേ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് വരല്ലേ. എന്ത് മരുമക്കത്തായമാണെങ്കിലും തള്ളമാരെ വന്ന് പൂശുക, കൊച്ചുണ്ടാക്കുക, പോവുക എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ആധിപത്യമുള്ളത് കൊണ്ടാണ് എന്നും പറയുന്ന രീതിയുണ്ട്. അതിനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വാസവദത്ത പാരമ്പര്യം എന്നാ പറയുക. എനിവേ, ഇനി ഈ പറഞ്ഞത് പാണൻ പറയൻ പുലയൻ എന്ന് പറയുന്നത്, ഈ രണ്ട് കഴുതകൾക്കും അറിയാത്തൊരു കാര്യം, ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ SC/ST അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്നൊരു സംഗതി കിട്ടും. SC/ST അട്രോസിറ്റി ആക്ട്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അട്രോസിറ്റി ആക്ട്. അവർക്ക് അങ്ങനെ ഒരു അട്രോസിറ്റി നേരിട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു ആക്ട് ഇവിടെ ഉണ്ടാക്കി വെക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ടാക്കി വെച്ചത്. ആരാ നിയമം ഉണ്ടാക്കിയത്? അദ്ദേഹവും അതേ കാറ്റഗറിയിലുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കൂടെ അനുഭവിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിയമവ്യവസ്ഥയിൽ. അദ്ദേഹം വന്ന് പറയുകയും ചെയ്തിരുന്നു, ഈ നിയമം പാസ്സാക്കി അല്ലെങ്കിൽ ഈ ഒരു ഭരണഘടന എഴുതി വെച്ചതിന് ശേഷം പുള്ളി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, അതെ ഇതിനകത്ത് ഈ സംഗതി നമ്മൾ അവർണർക്ക് വേണ്ടിയിട്ട് എഴുതിയതാണെങ്കിലും ആർക്ക് വേണ്ടി എഴുതിയതാണെങ്കിലും ഭരിക്കാൻ പോകുന്നത് സവർണന്മാരാണ്. പക്ഷേ എൻ്റെ ജനതയ്ക്ക് വേണ്ടി ഞാൻ അതിനകത്ത് ചില എഴുതി ചേർക്കലുകൾ നടത്തിയിട്ടുണ്ടെന്ന് പുള്ളി അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സംഗതി. ഈ അട്രോസിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ. പോങ്ങൻ ഇന്നത്തെ ന്യൂജനെ അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പം കുറച്ച് മുമ്പ് തന്നെ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞതല്ലോ, കുഴികുത്തി എൻ്റെ വീട്ടിൽ കഞ്ഞി കൊടുക്കുമായിരുന്നു, ഞാനത് കണ്ട് ആഹ്ലാദിക്കാറുണ്ടായിരുന്നു, അത് കണ്ട് എനിക്ക് കൊതി തോന്നാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് കൃഷ്ണകുമാറാണ്. അമ്മാതിരി ഒരു കാര്യം പറയുമ്പോൾ അമ്മാതിരി ഒരു കാര്യം ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. അങ്ങനെ അട്രോസിറ്റി ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ ആ അട്രോസിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ കണ്ടുപിടിച്ച നിയമം ആണ് SC/ST അട്രോസിറ്റി നിയമം. അതിൽ ഒരാളെ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. ഡബിലയ എന്ന് വിളിക്കുന്നത് ആക്ഷേപമാണെന്ന് അയാൾക്ക് തോന്നിയാൽ അത് ആക്ഷേപം തന്നെയാണ്. നായരെ ചോവ പോടാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം നിങ്ങളെ അത് ആക്ഷേപണാർത്ഥമല്ല വിളിക്കുന്നത്, നിങ്ങൾക്കത് അഭിമാനമല്ലേ നായരെന്നൊക്കെ പറയുന്ന അഭിമാനം. അപ്പോൾ തനിക്കത് അപമാനം തോന്നി തനിക്ക് ആ ഒരു ബോധമുള്ളതാണ്. കാരണം മന്നത്ത് പത്മനാഭൻ്റെ ബുക്ക് താൻ വായിച്ചത് കൊണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം ഇത് അപമാനകരമാണ്. അത് ഏതിനായിരുന്നാലും അപമാനകരമാണ്. പക്ഷെ ചിലർക്ക് അത് പ്രിവിലേജ്. ബ്രാഹ്മണ എന്ന് വിളിച്ചാൽ അയാൾക്കത് നാണക്കേടാവുമോ? ഇല്ല. നമ്മുടെ സ്ഥിരമായിട്ട് ജോക്കടിക്കുന്ന ജോക്കറമ്മ ശശികല ചേച്ചി പറയുന്നത് കേട്ടിട്ടില്ലേ, കാട്ടുവാസി. ഇതൊക്കെ എത്രമാത്രം ക്രിമിനൽ ക്രൈമാണെന്നറിയാമോ? എന്തുമാത്രം മോശപ്പെട്ട രീതിയിലാണ് അവർ പൊതുസമൂഹത്തിൽ വന്നിട്ട് ഈ ഒരു വിഭാഗത്തിന് പറയുന്നത്. നീ പോലും ഇപ്പം സംസാരിക്കുന്ന രീതിയിൽ ആ ഒരു വിഭാഗത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇന്നും നിങ്ങളുടെ ഉള്ളിൽ ആ കിറുകൊണ്ടെന്നല്ലേ. ഹൂ കേസ്, അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിനെ റിലേറ്റ് ചെയ്തൊരു നിയമം വന്നിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ എനിക്ക് അതിനെ അംഗീകാരമാണെന്നല്ലേ പറയേണ്ടത്. പകരം അങ്ങനെ ഒരു ഓർഡർ ഉള്ള ഇടത്ത്, അതും ഓർത്തോണം, ജാമ്യമില്ലാ വകുപ്പാണ്. നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനെ അംഗീകരിക്കുന്നതിന് പകരം ആ നിയമം തെറ്റാണ് എന്നിരുന്ന് വ്യാഖ്യാനിക്കുവാൻ നിയമമന്ത്രിയാണ്. ഇവിടെ അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനയിൽ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വിഷയത്തിനെ അധിഷ്ഠിതപ്പെടുത്തി ഉണ്ടാക്കിയെടുത്ത നിയമം
ഇവൻ പറയുന്നത് കുഴപ്പമാണെന്നാ, അത് ശരിയല്ലെന്നാ. സതി നിർത്തലാക്കി. എന്തിനായിരുന്നു? സതി ഉള്ളണ്ടല്ലേ. സതി ഇല്ലെങ്കിൽ സതി നിർത്തലാക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ശൈശവ വിവാഹം എന്തുകൊണ്ട് നിർത്തലാക്കി? എന്തുകൊണ്ട് അത് ക്രൈം ആവുന്നു? ശൈശവ വിവാഹം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഓരോന്നും അങ്ങനെയാണ്. എന്ത് വൃത്തികേട് നടക്കുന്നോ അതിനെ നിർത്തലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അതിനെ നിർത്തലാക്കിക്കൊണ്ടൊരു ഓർഡർ വരുന്നത്. ആ നിയമം പറ്റില്ല എന്ന് പറയുന്നത് സ്ക്രൂ ഇല്ലായ്മ കൊണ്ടാണ്. ആദ്യം എവിടെയെങ്കിലും പോയി സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടാൾ നടന അത്ര നടൻ. എനിക്ക് കളിയാക്കലായി തോന്നിയ കളിയാക്കലാണ്, എനിക്ക് പ്രൗഡായി തോന്നിയ പ്രൗഡാണ്. അപ്പൊ എന്നെ നായരെന്ന് വിളിച്ചാൽ എനിക്ക് അത് മോശമായിട്ട് തോന്നി, എനിക്ക് കേസ് കൊടുത്തൂടെ? അത് ചില ജാതി പേർക്ക് വേണ്ടി മാത്രം ചില നിയമം ഒരു കാര്യം ചെയ്യും. ബാക്കി എല്ലാവരും വെടിവെച്ച് പോലെ, നായർ, നമ്പൂതിരി, ക്രിസ്ത്യാനി, മുസ്ലിം എല്ലാവരും വെടിവെച്ച് പോലെ നേരത്തെ നിർത്തിയിട്ട് അല്ല വിഷം കൊടുത്തു പോലെ ഇന്ന് മറ്റുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജീവിച്ചാൽ മതി, മറ്റുള്ളവർ വേണ്ട എന്നൊരു സംവിധാനം ഈ മത വിഭാഗത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കേണ്ടി വന്നത്. നിങ്ങൾ ഇതിനകത്ത് മുസ്ലിങ്ങളെ പിടിക്കേണ്ട, ക്രിസ്ത്യാനികളെയും പിടിക്കണം, നിങ്ങൾ ആരും മാത്രം പറയും, ബാക്കിയുള്ളവരാരെയൊക്കെ അവർ പറഞ്ഞോളും. അവർക്കിത് ബുദ്ധിമുട്ടല്ല. ഈ നിയമം എന്നെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടല്ല, എനിക്ക് ബുദ്ധിമുട്ടല്ല. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് കമൻറ്റിൽ പറയാൻ കേട്ടോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇൻഫാക്ട് കുറച്ചുകൂടെ കൂടുതൽ പ്രിവിലേജ് അവർക്ക് കൊടുക്കണം, സംവരണം കുറച്ചുകൂടെ ഉയർത്തി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴും ആദിവാസി ഊരുകളിൽ പോയാൽ വിദ്യാഭ്യാസം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പൊതുസമൂഹമായി ഇടപഴകി നിൽക്കാൻ സാധിക്കാത്ത തക്കവണ്ണം ഒതുക്കപ്പെട്ട അപരവൽക്കരണം ഏർപ്പെടുന്ന ഒരു വിഭാഗം ഇന്നുമുണ്ട് ഇന്ത്യയിൽ. ആ ഒരു വിഷയം മാറാതിരിക്കുന്നിടത്തോളം ഇവിടെ സംവരണം വേണം, അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ വേണം. അവർ സ്പെഷ്യൽ ക്ലാസ് തന്നെയാണ്. ബ്രാഹ്മണ സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന വരുന്നില്ലല്ലോ. അവർ സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വേദന വരുന്നത്? ഇവിടെ ബ്രാഹ്മണ സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്ന കോടതിയിൽ ദിക്കപ്പോട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരുത്തനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, അത് കൃത്യമായി മനസ്സിലാക്കേണ്ട വേറൊരാൾ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാണെന്ന് അറിയാമോ? 10% സംവരണം കൊടുത്തിരിക്കുകയാണ്. ആർക്കെന്നറിയാമോ? സവർണർക്ക്. ഒന്നാമത് തന്നെ സവർണ മേധാവിത്വമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സമൂഹത്തിൽ, സവർണ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ അവരെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ല അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റു വിഭാഗക്കാർക്ക്, OBC ഷെഡ്യൂൾ കാസ്റ്റുകാർക്ക് സംവരണം കൊടുക്കുമ്പോൾ ആ സംവരണം പോലും കൂടുതലാണ്, ഞങ്ങൾക്കും സംവരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 10% സംവരണം എടുക്കുകയാണ്. ഈ 10% എന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ? മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ശതമാനത്തിൽ വളരെ കുറച്ച് ശതമാനമേ കൊടുത്തിട്ടുള്ളൂ. 2%, 3% കൊടുത്തിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നില്ല 10% വരെ കൊടുക്കാം, 10% വരെ അലൗഡ് ചെയ്യാം എന്ന് കൊടുത്തെടുത്ത് നമ്മുടെ ഇവിടുത്തെ സംഖ്യ അണ്ണൻ, പിണു അണ്ണൻ 10% അങ്ങോട്ട് കൊടുക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ഭയമാണ് അങ്ങനെ ഒരു സംവരണം ഏർപ്പാടാക്കാൻ. പക്ഷേ പിണു അണ്ണൻ ഒരു പടി മുൻപോട്ട് ചേർന്ന് 10% അങ്ങ് കൊടുത്തു സവർണ സംവരണം. ഏറ്റവും നല്ലതായി ഇനി ഒരാൾക്ക് കോപ്പി അടിക്കാൻ പോലും പറ്റാത്ത വണ്ണം എല്ലാ മേഖലയും തൊട്ടുകൊണ്ടൊരു ഭരണഘടന ഇവിടെ എഴുതി തയ്യാറാക്കാൻ പറ്റിയത് ഈ കാസ്റ്റിൽപ്പെട്ട അംബേദ്കർക്ക് തന്നെ സാധിച്ചത്. അപ്പോൾ അവർക്ക് ബുദ്ധിയോ ബോധമോ വിവരം ഇല്ല എന്നുള്ളത് അതിനകത്ത് മനസ്സിലാവും. അത്രത്തോളം ഇവന്മാർക്ക് ഇത് ഏറ്റവും വലിയ പണിഷ്മെൻ്റാണ്. ഇവർ ചവിട്ടിത്തേക്കാനും അടിച്ച് അമർത്താനും ഒതുക്കിക്കളയാനും നശിപ്പിക്കാനും ശ്രമിച്ചിരുന്ന ഒരു വിഭാഗം ജനതയിൽ നിന്നൊരുത്തൻ മുന്നേറി വന്ന് അദ്ദേഹം എഴുതിയ ഭരണഘടനയുടെ അണ്ടറിൽ ഇവന്മാർക്ക് ജീവിക്കേണ്ടി വരുന്നതാണ് ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണിഷ്മെൻ്റ് എന്ന് ഞാൻ പറയും. അത്രയും ബോധമുള്ള മനുഷ്യരെ ചേറിലേക്ക് മാത്രം ഒതുക്കി നിർത്തി അവരെ കൊണ്ട് ജോലി എടുപ്പിച്ച് അവർ കൊണ്ടുവരുന്ന അന്നം തിന്നിട്ട് അവരെ അടിക്കാനും കുത്താനും അടിമ സ്ത്രീകളാക്കാനും മുലനെട്ടിൽ വെള്ളക്ക തൂക്കാനും ഒക്കെ യവന്മാർക്ക് ഊർജം കൊടുത്തത് അവരുടെ ആ പൊതുബോധമില്ലായ്മയും. അക്ഷരാഭ്യാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ബോധം വരുമെന്ന് ഇവന്മാർ അടിച്ചിടുമെന്നുള്ള പൂർണ്ണ ബോധമുള്ളത് കൊണ്ടാണ് അവർക്ക് ഈയമൊരുക്കി ഒഴിച്ചു കൊടുത്താൽ മതി, അവരെ വേദം പഠിപ്പിക്കരുത്, ഒരു രീതിയിലുള്ള പഠനവും അവർക്ക് പാടില്ലെന്ന് പറഞ്ഞു. അവിടെ ഇന്നാട്ടിലേക്ക് വന്ന ക്രൈസ്തവരും മുസ്ലിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തു. അവർ വന്നില്ലെങ്കിൽ ഇത് നടക്കില്ല. അവർ വന്നതുകൊണ്ട് മാത്രം സക്സസ് ആയ ഒരു കാര്യമാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം ഈ അവർണ ആളുകൾക്കിടയിലേക്ക് ഉണ്ടായത്. അതിൻ്റെ വൈരാഗ്യമാണ് ഇവർ മറ്റ് സമുദായത്തിനോട് കാണിക്കുന്നത് എന്നുള്ളതൊരു വസ്തുത. ബാക്കി കേൾക്കാം. ഈ സമൂഹം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഇതിൽ തന്നെ പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ അടക്കം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാം ജീവിച്ചു വരുന്നത്. ആ ഒരു സാധനം ഇത്രയും ഒരു എന്താ പറയുക, ഒരു വളരെ മോശമായ രീതിയിൽ ആണ് ഇപ്പം എടുത്തോണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും. എന്തുകൊണ്ട് അവർക്ക് പ്രൗഡ് അല്ലാതിരിക്കുന്നത്? ആ പേരിൽ അവർക്ക് ജോലി വാങ്ങാലോ, ആ പേരിൽ അവർക്ക് സ്റ്റേറ്റ്മെന്റ് വാങ്ങാലോ, ആ പേരിൽ അവർക്ക് മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടുമല്ലോ. അപ്പൊ എന്താ പേര് വിളിക്കുമ്പോൾ മാത്രം ഇത്ര മോശമായിട്ട് തോന്നുന്നത്? ആ പേരിൽ അവർക്ക് അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യവും നിങ്ങളുടെ പുസ്തകങ്ങളിലില്ല. പുസ്തകം വായിക്കാറില്ലേ? പുസ്തകം വായിക്കണം ഇടയ്ക്ക്. ആ പുസ്തകങ്ങളിലുണ്ട് പാപയോനിയിൽ പിറക്കും, പാപയോനിയിൽ പിറന്നവർ, മനുഷ്യനെ നികൃഷ്ടനായി കാണുന്ന ഒരു പ്രത്യേകതരം വിഭാഗം. പുസ്തകങ്ങളിൽ എടുത്ത് കളയടാ. ഋഗ്വേദം, അഥർവവേദം, യജുർവേദം ഒക്കെ എടുത്ത് വെച്ച് വായിച്ചു നോക്കടാ, അതിനകത്തുണ്ട്.
അധമനെന്നും അധകൃതനെന്നും പറഞ്ഞ് അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ. ബ്രാഹ്മണൻ മാത്രം സ്വർഗത്തിൽ പോകുന്ന ഒരു പ്രത്യേക തരം. ആ റാങ്കിലേക്ക് എത്തിയാൽ മാത്രം സ്വർഗം, ബാക്കിയുള്ളവരൊക്കെ അടുത്ത ജന്മത്തിൽ പോകണം. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായാൽ, അതും ബ്രാഹ്മണ സേവ ചെയ്ത് ബ്രാഹ്മണനാകണം. ബ്രാഹ്മണ സേവ ചെയ്താൽ, ഇഷ്ടപ്പെട്ടാൽ, നല്ലതുപോലെ ജീവിച്ചാൽ ബ്രാഹ്മണനാകാൻ പറ്റും. ബ്രാഹ്മണനായ സ്വർഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഈ മതത്തിൽ ചേരുന്നവർ എങ്ങനെയാണ് അത് അഭിമാനപൂർവ്വം പറയുക? പാപയോനിയിൽ ജനിച്ചവൻ എന്നാ പറയുന്നത്. ആരായത്? ഒരു ക്രമമുണ്ട്, നമ്മുടെ ചട്ടങ്ങളുണ്ട്, ചട്ടങ്ങൾക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിന് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് വിവരദോഷമാണ്. ആ വിവരദോഷി അത്ര മോശമാണെങ്കിൽ ഗവൺമെന്റ് ആ പേരുകളെല്ലാം ഒഴിവാക്കും. ആർക്കും വേണ്ട, ജാതി വേണ്ട, ഒറ്റ ജാതി. വി ആർ ഇന്ത്യൻസ്. ഇത് നീ ഗവൺമെന്റിനോട് പറയേണ്ട കാര്യമാണ്. മോങ്ങി രാവിലെ തന്നെ എഴുന്നേറ്റ് ഇത് തന്നെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. പൊട്ടത്തര എഴുന്നള്ളിക്കില്ലടാ. ജാതി ഉണ്ടാക്കിയത് പുലയമാരായിരുന്നോ? പുലയ സമുദായത്തിൽ നിന്നുള്ളവരാണോടാ ജാതി ഉണ്ടാക്കിയത്? ജാതി ഉണ്ടാക്കിയത് നിങ്ങൾ. ജാതി ഉണ്ടാക്കിയ ദൈവമാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. ചാതുർവർണ്ണ്യം മമ സൃഷ്ടി എന്ന് പറയുന്നത് കൃഷ്ണനാണ്. എന്നാൽ പിന്നെ കൃഷ്ണൻ ഇല്ലാന്ന് പറ. അതെല്ലാം പോട്ടെ. ഈ പറയുന്ന രീതിയിൽ ഈ SC ST കാറ്റഗറിയിലുള്ള മനുഷ്യരാണ് ഇവരുടെ പുസ്തകങ്ങൾ എഴുതിയെന്ന് പറഞ്ഞിട്ട് അടുത്ത വാദവുമായിട്ട് വരും. അതിപ്പോൾ നമ്മൾ മിസ്സകലയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. മിസ്സകലയൊക്കെ അറിയാത്തതുകൊണ്ടാണ്. മത്സ്യത്തിന് വയറ്റിലുണ്ടായതാണ് വാത്മീകി എന്നാണ് പറയുന്നത്. അവസാനം അങ്ങേരെ എടുത്ത് വളർത്തി. അതൊരു വലിയ കഥയാണ്, അതൊരു വൃത്തിയിട്ട കഥയാണ്, നമുക്ക് പറയണ്ട. ഏതായാലും വാത്മീകി എഴുതിയ രാമായണത്തിൽ ചമ്പൂകവധമുണ്ട്. സത്യമാണ്. 113 ശ്ലോകം എന്തോ ഉണ്ട് ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഏത്? അവരുടെ വിഭാഗത്തിന് വേണ്ടിയിട്ട്. അത് അദ്ദേഹം ബ്രാഹ്മണനായതുകൊണ്ട്, ബ്രാഹ്മണൻ അല്ലാത്തത് കൊണ്ടല്ല, അദ്ദേഹം ബ്രാഹ്മണന് ജനിച്ചതാണ്, പക്ഷെ വളർന്നത് ഈ വിഭാഗക്കാരോടെയാണ്. അതുകൊണ്ട് ആ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കൺസിഡറേഷൻ എന്ന നിലയിൽ ഇത്രയധികം ശ്ലോകം അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചമ്പൂകവധം എന്താണെന്ന് പഠിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു വലിയ കാര്യമാണ് ഈ കാണിക്കുന്ന പേക്കൂത്ത്. ഇനി നമുക്ക് മഹാഭാരതത്തിലേക്ക് വരാം. മഹാഭാരതത്തിൽ കർണനെ എടുത്തു നോക്കാം. ജാതി വ്യത്യാസം ഉണ്ടോ ഇല്ലെന്ന് അതിനകത്തുണ്ട്. തള്ള അങ്ങ് പറ്റിയ സംഗതിയിലൊക്കെ ഉള്ളതാണെങ്കിലും, ജനിച്ചത് ആർക്കാണെങ്കിലും, സൂര്യന് ജനിച്ചാൽ പോലും വളർന്ന ഇടം പ്രശ്നമാണ്. അതേപോലെ ഏകലവ്യൻ അർജുനേക്കാൾ കഴിവുള്ളവനായിരുന്നു. അർജുനേക്കാളാണ്, അർജുനൊപ്പം പോലുമല്ല. പക്ഷേ ജാതീയ വ്യത്യാസം കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ വിരൽ വെട്ടി ചോദിച്ചത് ഒരു ഗുരു. ഏതെങ്കിലും ഒരു ഗുരു ചെയ്യുന്നതാണോ? അല്ല. ഈ ഏകലവ്യൻ്റെ കഥയും ഈ കർണൻ്റെ കഥയും അതിനകത്ത് കുത്തിക്കയറ്റിയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആ വ്യാസനും ഇവർ പറയുന്ന കണക്ക് ദളിത് വംശജനാണ്. അവരൊക്കെ കൂലി എഴുത്തുകാരെന്നാണ് പറയുന്നത്. വാൽമീകി ഇവരൊക്കെ കൂലി എഴുത്തുകയാണ്. മഹാഭാരതവും രാമായണവും ഒക്കെ അവരെ കൊണ്ട് എഴുതിച്ചാണ്. പക്ഷെ അവിടെയും ഉണ്ട്. അങ്ങനെ എഴുതിയിട്ട് പോലും അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ എഴുതിയത് കൊണ്ടായിരിക്കും അവരുടെ വിഭാഗത്തിന് വേണ്ടിയിട്ട് അവർ ഈ വിശേഷങ്ങൾ അവിടെ എഴുതി വെച്ചപ്പോൾ ഒരു ബ്രാഹ്മണനാണ് അത് എഴുതിയിരുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതങ്ങ് മറച്ചു വയ്ക്കും. ഇല്ലേ? അത് കാണിക്കേണ്ടെന്ന് വയ്ക്കും. അത് കാരണം ഇത് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നതാണല്ലോ. അതിൽ വേദങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കി നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഇതൊക്കെ ഞാൻ വീണ്ടും പറയണ്ട. പുരന്തരൻ തുടങ്ങി ഒന്നും പറയണ്ട. ഇന്ദ്രൻ്റെ കഥകൾ തന്നെ വായിച്ചാൽ സമാധാനപരമായിട്ട് നമ്മൾ പറയും സുലാൻ ഇത് വേണ്ട എന്ന് പറയും. പലർക്കും അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. രാമനാമം ജപിക്കുന്നവർക്കും അറിയാത്തൊരു കാര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ബ്രാഹ്മണന് വസ്തുവകകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ജാതനായ രാമ പാഹിമ. അവർ ബ്രാഹ്മണന് വേണ്ടി ജനിച്ചു വന്നവരാണ്. എല്ലാം ബ്രാഹ്മണന് വേണ്ടിയിട്ടാണ്. ബ്രാഹ്മണക്കുന്ന ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റി. വില്ലേജ് ഓഫീസിൽ പോയാലോ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോയാലോ പ്രത്യേകം കോളങ്ങൾ ഞാൻ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചാണ്. ഈ ഒരു കാറ്റഗറി കടന്നുകൊണ്ട് ഇത്രയും ഞാൻ ഗ്രാജുവേറ്റ് ആയി അത് കഴിഞ്ഞ് പഠിച്ചിരുന്നു. ഒരു സ്റ്റേഫന്റ് പോലെ എനിക്ക് കിട്ടിയിട്ടില്ല ജീവിതത്തിൽ. ഒരുപാട് നായരാണ് ഒന്നുമില്ല. ഇപ്പൊ കിട്ടുന്ന ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ റേഷനറി തന്നെയാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന 12 കിലോ 10 കിലോ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റവർക്ക് കിട്ടുന്ന 50 കിലോ 30 കിലോ ഒക്കെ കിട്ടുന്നത്. അതെന്താ ചെയ്യുന്നത്? അവർ യൂസ് ചെയ്യുന്നത് അവരപ്പുറത്ത് മറച്ചു വെച്ചിട്ട് കള്ളുടിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാമല്ലോ, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചുമ്മാ പറയുന്നതല്ല. ഞാൻ വീഡിയോ എടുത്ത് കഴിച്ചു തരാം. എന്ത് ചെയ്തെന്ന് അന്വേഷിക്കാത്ത അത് സത്യമായ ഒരു കാര്യമാണ്. ശരിയാണ്, അവർ കള്ളു കുടിക്കുന്നുണ്ട്. കാരണം അത്യധ്വാനം ചെയ്യുന്ന മനുഷ്യർ ഉറക്കം കിട്ടാനും ദേഹവേദന മാറാനും വേണ്ടിയിട്ട് കള്ളു കൂടി തുടങ്ങും. പിന്നെ അത് ശീലമാകും. പിന്നെ അത് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതാണ് അവരെ അതിൽ നിന്ന് മാറ്റി, അതിനേക്കാൾ ഉപരി ടെക്നോളജിയൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്ത സ്ഥിതിക്ക് അതിൽ നിന്നൊക്കെ മാറ്റി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ഭരണ പങ്കാളിത്തത്തിൽ കൈയാളാനും ഒക്കെ ഉള്ള ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കണമെന്ന് തോന്നുന്നതിന് പകരം അവർ ശരിയില്ല, അവർക്കിതൊന്നും കൊടുക്കരുത്, ഇതെല്ലാം എനിക്ക് തന്നെ വേണം എന്ന് പറയുന്നിടത്ത് ജാതീയത ഇപ്പോഴും ഈ കിറുക്കൻ്റെ തലയിലും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇതൊന്നും തെറ്റല്ലേ, നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് തെറ്റ്. അതായത് വെടിവെച്ച് കൊല്ലും, നമ്മളാരും ജീവിക്കേണ്ടവർ. നല്ല കാര്യമാണ്. നീ തന്നെ രാവിലെ എഴുന്നേറ്റ് തലയിൽ ഒരു വെടി അങ്ങ് വെച്ചങ്ങ് ചത്തുപോടാ. ഇവർ നമ്മുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ നിന്നും ഒരു റാപ്പർ ഇറക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞാൻ ഒരിക്കലും പ്രശ്നം വേടനാ. അതാണ് ചേച്ചിക്ക് അതങ്ങോട്ട് സുഖിച്ചില്ല. അന്ന് ചേച്ചി സേട്ടൻ്റെ അടുത്ത് എൻ്റെ ഒരു ചോദ്യം, ചേച്ചി ഒരു ആദിവാസിയെ കല്യാണം കഴിക്കുമോ? ജാതി ഇല്ലാത്ത ഒരാളാണ് താനെങ്കിൽ താൻ ഒരു ആദിവാസിയെ കല്യാണം കഴിക്കുമോ? ഇപ്പുറത്തിരിക്കുന്ന സേട്ടൻ ഒരു ആദിവാസി പെണ്ണെ കെട്ടുമോ? പറ്റുമോ സേട്ടാ? രണ്ടുപേർക്കും പറ്റുമോ? ഈ രാജ്യത്ത് അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ തന്നെ എടുക്കാം. പത്രം എടുത്തു നോക്കുക, വിവാഹ കോളം എടുത്തു നോക്കുക. ഞാൻ
ഇന്ന നാള് ഇന്ന നാള് ഇന്ന ഇത് ഓക്കെ, എനിക്ക് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. ഏത് ജാതിയോ മതമോ പ്രശ്നമല്ല, SC ST ഒഴികെ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു 100 സാധനം ഞാൻ കാണിച്ചു തരാം പാത്രത്തിൽ. SC ST ഒഴികെ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവർ പിടിച്ച് കടിക്കുമോ? നിങ്ങൾ അതില്ലാതാക്ക്. പൊതുജനത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജാതി ഇല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പെണ്ണെ സ്വീകരിക്കും. ഇപ്പോൾ അവിടേക്ക് ഒരുപാട് പേര് എഡ്യൂക്കേറ്റഡ് ഫെലോസ് ഉണ്ട്. എഡ്യൂക്കേഷൻ കുറഞ്ഞെന്ന് പറയുന്നത് സൗന്ദര്യമാണോ പ്രശ്നമെന്ന് തന്നെ? നിങ്ങൾക്കിടയിലും ഉണ്ടല്ലോ. പക്ഷേ സൗന്ദര്യമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല, അഭിപ്രായമില്ല. അവരുടെ തൊലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യമെങ്കിൽ കറുത്ത തൊലി ഉള്ളവരാണ് എന്നുള്ള ഒരു നീക്കി നിർത്താൻ അതിനകത്ത് എനിക്കൊന്നും ഒരു അഭിപ്രായം പറയാനില്ല. ഏറ്റവും ശക്തരും ഏറ്റവും നല്ല മനസ്സിന് ഉടമകളുമാണ് അവരെന്ന് ഞാൻ പറയും. എനിവേ അതെനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ബാക്കി ഇല്ലാതാക്കൂ, ജാതീയ വ്യത്യാസം ഇല്ലാതാക്കൂ. നിങ്ങളുടെ ലൈഫിൽ കൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരും. കാണട്ടെ എത്ര പേരങ്ങനെ ചെയ്യും, ധൈര്യപ്പെടും. പറഞ്ഞല്ലോ, ഞാൻ എല്ലാവരെയും ഇന്ത്യക്കാരനായിട്ട് കാണുന്നതാണ്. എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരാളെ എടാ പൊട്ട കള്ളം പറയാതെടാ. നീ ലോകത്ത് ഒരു മനുഷ്യനായിട്ട് പോലും കാണുന്നവനല്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു വിഷയം ചർച്ചയ്ക്ക് പോലും എടുക്കത്തില്ല. കാരണം സഹജീവി കൂടെ ഉയർത്തെഴുന്നേറ്റ് വരണം, നമുക്കൊപ്പം നിൽക്കണം, നമുക്ക് തോൾക്ക് തോൾ തട്ടി നിൽക്കണം എന്ന് പറയണം. എത്ര SC ST കാറ്റഗറി ഇവിടെ വേറെ ഏതെങ്കിലും ലെവലിൽ ഇരിക്കുന്നു? ഇന്നത്തെ മിനിസ്റ്റേഴ്സിനെ എടുത്ത് നോക്ക്, എത്ര പേരുണ്ട് അതിനകത്ത്? എത്ര പേരുണ്ട്? ഈ സംവരണം കൊടുത്തിട്ട് പോലും ആ വിഭാഗത്തിലെ ജനത മുന്നേറി വരുന്നില്ല. പിന്നെ ഇവരുടെ ശതമാനം അവരുടെ ശതമാനം കൂടെ വെച്ച് നോക്ക്, എത്രയുണ്ട്? എന്ത് വേർതിരിച്ച് കാണുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ഈ ഒരു കേസിൽ റാപ്പർ ആയാലും ഒരിക്കലും ഞാൻ ഒരു വേർതിരിവിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ എനിക്ക് വേണ്ടിയുള്ള ഞാൻ കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴല്ലോ, അതായത് ഇപ്പം ഏഞ്ചൽ മോഹൻ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്, അത് ഇടയ്ക്കെങ്കിലും മറന്നു പോകാറുണ്ട്. ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനാണ്, പാഷനാണ്. ആക്ടർ എന്ന് പറയുന്നത് അതെന്റെ ജീവിതമല്ല. അവിടെ ഇപ്പൊ കഥാപാത്രമായിട്ട് ഞാൻ ഡോക്ടർ ആകാം, ചിലപ്പോൾ വക്കീലാകാം. ഇവൻ അഭിനയിക്കുന്ന ഒരു സിനിമ പോലും ഷെഫീന കാണത്തില്ല. എൻ്റെ പ്രതിഷേധം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. വൃത്തികെട്ട നാറി അഭിനയിക്കുന്ന ഒരു സിനിമ പോലും കാണാനേ പോകരുതെന്നുള്ള. ഇത്രയധികം മതവെറിയും ജാതിവെറിയും ഉള്ളിലുള്ള ഈ നികൃഷ്ട ജന്തു അഭിനയിക്കുന്ന ഒരു സിനിമയും സക്സസ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യൻ ചെയ്യേണ്ടത്. അതിന് ഇന്ന ജാതിയെന്നോ ഇന്ന മതമെന്നോ വേണ്ട. മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാൻ സാധിക്കാത്ത ഒരു നികൃഷ്ട ജന്മത്തിന് എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചാൽ മാത്രം മനസ്സിലാവും. ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള ജാതി വെറി എന്ന് തീരുന്നോ അന്ന് ഇന്ത്യ നന്നാവും. മറ്റു മതങ്ങളെ പോട്ടെ, സ്വന്തം ജാതിയിലുള്ളവർക്ക് എതിരെ പോലും അവരുടെ ഒരു നീക്കം കണ്ടു. എനിക്ക് സംവരണം കിട്ടും, എടാ പഠിക്കടാ, റാങ്ക് ഹോൾഡർ ആവും. നിന്നെ സംവരണത്തിലല്ലല്ലോ, റാങ്ക് ലിസ്റ്റ് നീ ഫസ്റ്റ് റാങ്കിൽ വാ, നന്നായി പഠിക്കും, നിനക്ക് എത്താൻ പറ്റും. എന്തുകൊണ്ട് പറ്റത്തില്ല? ഇത് തനിക്ക് എത്തിച്ചേരാൻ പറ്റാത്തിടത്തേക്ക് മറ്റുള്ളവർ എത്തുന്നതിൻ്റെ വെപ്രാളവും കുത്തിക്കഴപ്പും കൊണ്ടാണ് ഈ വിഭാഗം, പ്രത്യേകിച്ച് ഈ വാലും കൊണ്ട് നടക്കുന്ന ഈ നാറികളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മറ്റ് മതസമൂഹത്തിലുള്ള മറ്റ് ജാതി സമൂഹത്തിലുള്ളവരടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ആ ഉച്ചനീചത്വങ്ങൾ, ആ വേർതിരിവ് വേട്ടാവളിയന്മാരായ യൗമാർക്കാണ് കൂടുതൽ. അത് മന്നത്തപ്പ പത്മനാഭൻ പറഞ്ഞാൽ ശരിയാ, തന്തയില്ലാതെ ജനിച്ചാൽ അതിങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു 100 കൊല്ലം മുമ്പ് വരെയുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ നിൻ്റെയൊക്കെ തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കണം. പക്ഷേ ഈ പറയുന്ന ആദിവാസികൾക്കോ പാണനിക്കോ പറയനിക്കോ പലേനിക്കോ തന്തയില്ലാതില്ല, വീട്ടിൽ തന്തയുണ്ടായിരുന്നു. ഇതില്ലാതിരുന്ന ഒരു വിഭാഗമാണ് ഇതിനെപ്പറ്റി വലിയ ഞൊളക്കുന്നത്. ഞാൻ വല്ലതും പറഞ്ഞു പോകുന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ ഞാൻ എടുക്കാത്തത്. താങ്ക് യു.